ഒറ്റ നോട്ടത്തിൽ അധോലോകം പോലെ തോന്നുന്ന ഈ ഒരു സ്ഥലം മിക്ക ആൾക്കാരുടെയും ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. സ്മോക്കി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് മണിക്കൂറുകളോളം സ്മോക്ക് ചെയ്തെടുക്കുന്ന ഫുഡുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഈ പെപ്സിയും ഫാൻ്റെയൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. എന്നാലും നമുക്ക് എല്ലാ സാധനവും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് കരുതിയിട്ട് നമ്മൾ സെലക്റ്റീവായിട്ട് എടുത്തേക്കുന്ന മിക്ക സാധനങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പെപ്സി ആവട്ടെ മാംഗോയുടെ ഒരു ടേസ്റ്റുള്ള ഒരു ടൈപ്പ് പെപ്സിയാണ് ഉണ്ടായിരുന്നത്. ഫാൻ്റെ ആണെങ്കിൽ ഗ്രേപ്പിൻ്റെ ഒരു ടൈപ്പും പിന്നെ മറ്റേതാണെന്നുണ്ടെങ്കിലും അതും ഒരു മാംഗോ ടൈപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ ഡ്രിങ്ക്സിൻ്റെ ഇതിൽ നമ്മൾ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണമായിരുന്നു. അപ്പോൾ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ കുറച്ച് ടേസ്റ്റ് ചെയ്താൽ മതി. കാരണം ഉള്ളിലൊരാളും കൂടി ഉണ്ടല്ലോ, എല്ലാം പിടിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഓരോന്നായിട്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടുന്നത്. അത് പറഞ്ഞു കൊടുക്കരുത് ഒരിക്കലും. ഇതിങ്ങനെയല്ലേ ഇതങ്ങനെയല്ലേ എന്നൊക്കെ പറയാൻ നേരത്ത് അവർ ആ ടേസ്റ്റിലേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ ഒന്നും പറയാതെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക. ഇത് എനിക്ക് മനസ്സിലായൊരു ഗുണപാഠമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നേരത്ത് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മളൊരിക്കലും ആ ഒരു രീതിയിൽ പറയരുത്. പിന്നെ അവിടുത്തെ ആംബിയൻസ് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വന്നേക്കുന്നവർക്ക് അറിയാം അവിടുത്തെ ആംബിയൻസ് എങ്ങനെയാണെന്നുള്ളത്. നൈസ് പാട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഇരുന്ന് വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിർത്തിപ്പൊരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആകാംക്ഷ തോന്നും എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ സാധനം നമ്മളുടെ മുമ്പിലെത്തി. നമ്മൾ പറഞ്ഞേക്കുന്ന ഫ്ലേവർ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഈ പറഞ്ഞാൽ 3-4 ഐറ്റംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അത്യാവശ്യം നമുക്ക് സ്മോക്ക് ചെയ്തെടുത്തേക്കുന്നത്, അതായത് എനിക്ക് തോന്നുന്ന ഒരു 12 മണിക്കൂറോളം സ്മോക്ക് ചെയ്തെടുക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തിക്കോട്ടോ. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ പോർക്ക് ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ ആട് ഉണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ചീസിൻ്റെ ഐറ്റംസാണ് നമ്മൾ 2 എക്സ്ട്രാ പറഞ്ഞു വെച്ചത്. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ബ്രെഡും പിന്നെ ഒരു സലാഡും ഒക്കെ കൂടിയിട്ടുള്ള സാധനങ്ങളാണ്. സിയൊക്കെ പിന്നെ ആദ്യം ഒരു സാധനം എടുത്ത് ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എടുത്ത് ടേസ്റ്റ് ചെയ്തത് ബ്രെഡായതുകൊണ്ട് പിന്നെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ബ്രെഡിനൊക്കെ ഓൾമോസ്റ്റ് ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. ബ്രെഡും കൂട്ടി കഴിക്കുന്ന സാധനത്തിലായിരിക്കും ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ടു ബി വെരി ഫ്രാങ്ക്, കുറച്ച് പേർക്ക് കുറച്ച് സാധനങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ ഫുഡും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നൊരു സ്ഥലം ഇതുകൊണ്ട് നമ്മളെല്ലാ ഭക്ഷണവും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.